മനുഷ്യര് പരസ്പരം വെട്ടിയും കുത്തിയും പരസ്പരം നശിക്കുന്ന കാലഘട്ടത്തിലാണ് ക്രിസ്തു മനുഷ്യന് സ്നേഹത്തിന്റെ പ്രമാണം നൽകിയത്. പ്രിയമുള്ളവരെ, സ്നേഹിക്കാനായി സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യൻ. പിന്നെ ഈ മനുഷ്യരെല്ലാം എങ്ങനെയാണ് കലഹിക്കുന്നത്? നമുക്കറിയാം ഏതെല്ലാം തരത്തിലാണ് ഇന്ന് മനുഷ്യൻ ഭിന്നതയിൽ അകപ്പെടുന്നത്. ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ നാം കേൾക്കുന്നത് എന്താണ്? ചേട്ടൻ അനിയനെ വെട്ടി, അനിയൻ ചേട്ടനെ വെട്ടി, അമ്മ മകളെ കൊന്നു, ഭർത്താവ് ഭാര്യയെ കൊന്നു, ഭാര്യ ഭർത്താവിനെ കൊന്നു. എന്തെല്ലാം വാർത്തകളാണ് നാം കേൾക്കുന്നത്. ലോകത്തിലേക്ക് നോക്കിയാൽ ഒരു രാജ്യത്തിനെതിരെ അടുത്ത രാജ്യം യുദ്ധം പ്രഖ്യാപിക്കുക. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എവിടുന്നാണ് ഇതിന്റെ ഉത്ഭവം? മനുഷ്യരെ സ്നേഹിക്കാനായി സൃഷ്ടിക്കപ്പെട്ട ദൈവം ഈ മനുഷ്യനെ ഭിന്നിപ്പിച്ച് നശിപ്പിക്കുന്ന ഈ ലൂസിഫറും പിശാചിന്റെയും പിശാചിന്റെ പ്രവൃത്തിയാണ് മനുഷ്യനെ പരസ്പരം ഭിന്നിപ്പിച്ച് നശിപ്പിക്കുന്നത്. മനുഷ്യൻ മതത്തിന്റെ പേരിൽ പോരടിക്കുന്നു, രാഷ്ട്രീയത്തിന്റെ പേരിൽ പോരടിക്കുന്നു. ഭിന്നിക്കാൻ എന്തെങ്കിലും കാരണം മതി. അങ്ങനെ മനുഷ്യൻ സ്നേഹിക്കാനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പരസ്പരം ഭിന്നിക്കുമ്പോൾ കർത്താവായ യേശു അതിന് അറുതി വരുത്താനായിട്ട് മനുഷ്യനെ സ്നേഹത്തിന്റെ പൂർണ്ണ നിയമം പഠിപ്പിച്ചു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അങ്ങനെ സ്നേഹത്തിന്റെ പുതിയ കൽപ്പന നൽകി. വെറുക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യനില്ലെന്നും എല്ലാവരും നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും എല്ലാവരെയും സ്നേഹിക്കണമെന്നും ആരെങ്കിലും നിന്റെ വലത് കരണത്തടിച്ചാൽ നീ മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നും പറയുന്ന സ്നേഹത്തിന്റെ പുതിയ പ്രമാണം കർത്താവ് ലോകത്തിന് നൽകി. കർത്താവായ യേശുവിനെ അനുഗമിക്കുന്നവര്, യേശുവിന്റെ പ്രബോധനത്തെ സ്വീകരിക്കുന്നവര്, പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യനെ സ്നേഹിക്കാൻ ശക്തി ആർജിക്കും. പ്രിയമുള്ളവരെ, കർത്താവായ യേശു മനുഷ്യൻ ചെയ്തു പോയ പാപത്തിന് പരിഹാരം ചെയ്യുകയാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യത്തിൽ മൂന്നാണിമേൽ വിലപിച്ചു മരിച്ച കർത്താവായ യേശു ഈ കോരങ്ങാട് ഞങ്ങളെ കേൾക്കുന്ന ഓരോ മനുഷ്യരും തലമുറയായി പാപത്തിൽ പതിക്കപ്പെട്ട് നിത്യമരണത്തിന് ഉടമയായി തീർന്ന മനുഷ്യവംശത്തെ മുഴുവനും അവന്റെ പാപത്തിന് പരിഹാര ബലിയർപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തു. അവൻ കുരിശിൽ മരിച്ചു